പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. സ്നേഹത്തിൻ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ചേർന്ന് പാടാമോ? സ്നേഹത്തിൻ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സൗഖ്യത്തിൻ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സൗഖ്യത്തിൻ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ക്ഷമയേകും ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ചേർന്ന് പാടാം. ക്ഷമയേകും ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധി തന്നാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആഗ്രഹത്തോട് പാടാമോ? വിശുദ്ധി തന്നാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ചെറുപടം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. കൂടി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ വളരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വളരണമേ. കൂടി ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വളരണമേ. ഞങ്ങളെ നയിക്കണമേ എന്ന്. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. ഒരു കൂടി ചേർന്ന് അകത്തോടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹത്തോടെ പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ വരുന്ന നാളുകളിലേക്ക് അവിടുന്ന് നൽകാനിരിക്കുന്ന എല്ലാ അഭിഷേകത്തെയും സ്വീകരിക്കാൻ ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പുതിയൊരു പന്തക്കുസ്താദിനും അടുത്തു വരുന്നു. പന്തക്കുസ്താദിനത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ, പരിശുദ്ധമ്മയുടെയും ശിഷ്യന്മാരുടെ മേൽ വന്നിറങ്ങുപോലെ നമ്മുടെ മേലും പരിശുദ്ധാത്മാവ് തീനാവുകളായി അഭിഷേകമായി വന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കാം. എല്ലാ തരത്തിലുള്ള പ്രതികൂലങ്ങളെയും നമ്മളിൽ നിന്ന് ദൈവം എടുത്തു മാറ്റേണ്ടതിനായിട്ട് നമ്മളെ തന്നെ എളുപ്പപ്പെടുത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം. അതിൽ 35 മുതലുള്ള വാക്യം. ദൈവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നതിന്? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപദേശിക്കാറുണ്ട്. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ അവന്റെ പുത്രനാകുന്നത്? ജനക്കൂട്ടം സന്തോഷപൂർവ്വം
അവന്റെ വാക്കുകൾ ശ്രവിച്ചു. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി. Hallelujah. 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 ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമ്മൾ കേട്ടിട്ടുള്ള ഈ വചനത്തിൽ ഒരു കുഞ്ഞു നിമിഷം മാത്രം നമുക്ക് ധ്യാനിക്കാം. വചനം പറയുന്നത്, അതിന്റെ ഹെഡിങ് പറയുന്നത് നിയമജ്ഞരെ വിമർശിക്കുന്നു എന്നാണ്. നിയമം അറിയാവുന്നതും നിയമം പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ആളുകളെ ഈശോ വിമർശിക്കുന്നതായിട്ടാണ് വചനം പറയുന്നത്. നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ചു കേട്ടു. ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് ദാവീദ് പോലും വിളിച്ചു പറയുന്നതായിട്ട്. ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ്. ദൈവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപയോഗിക്കണം. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ അവന്റെ പുത്രനാകുന്നത്? ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവന്റെ വാക്കുകൾ ശ്രമിച്ചു. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തക്കൊക്കെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. കർത്താവ് എല്ലാ കാര്യങ്ങളും ആ വചനം ഉപമയിലൂടെയാണ് കൊടുക്കുന്നത്. ഉപമയായിട്ടാ പറഞ്ഞത്. ഒരു വിധക്കാലം വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ ചിലതെല്ലാം വഴിയരികിൽ വീഴും. എല്ലാം ഉപമയിലൂടെ പറയുന്നത്. ഒരു അപ്പന് 2 മക്കളുണ്ടാകും. ഉപമയിലൂടെ പറയുന്നു. ഒരു ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പോൾ വഴിയരികില് വെച്ച് കവർച്ചക്കാരുടെ കയ്യിലാക്കുക. ഉപമയിലൂടെ പറഞ്ഞു. ഈശോ പറഞ്ഞ എല്ലാ കാര്യവും ഉപമയിലൂടെ പറഞ്ഞു കൊടുക്കുകയും ശിഷ്യന്മാരെ മാത്രം അടുത്ത് വിളിച്ച് അവർക്ക് അതിന്റെ വ്യാഖ്യാനം, അതിന്റെ ആ ഉപമ എല്ലാം വ്യക്തമായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കും. എല്ലാ കാര്യങ്ങളും കർത്താവ് പറഞ്ഞു കൊടുക്കുകയും എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ശിഷ്യന്മാർക്കും ഉപമയിലൂടെ പറഞ്ഞിട്ട് ശിഷ്യന്മാരെ മാത്രം, ബാക്കി എല്ലാവരും പോയി കഴിയുമ്പോൾ അവർക്ക് മാത്രമായിട്ട് മാറ്റി നിർത്തിയിട്ട് അവരെ ഉപമ വ്യാഖ്യാനിച്ചു കൊടുക്കും. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇവിടെ വചനം പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞു. പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായിട്ട് ദാവീദ് തന്നെ പറയുകയാണ്. ദാവീദ് ഒരു രാജാവാണ്. പക്ഷെ ഈ ദാവീദ് രാജാവാണെങ്കിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തി. സാധാരണ പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും വലിയവനാണെങ്കിലും ആർക്കാണെങ്കിലും എല്ലാവരുടെയും മേല് ഞാൻ എന്റെ ആത്മാവിനെ പകരുന്ന ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലൂടെ എല്ലാവരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. അതെല്ലാവരുടെയും മേലും ദൈവം പരിശുദ്ധാത്മാവിനെ തരുമെങ്കിൽ ഈ കാലഘട്ടത്തില് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയായിട്ട് നമ്മുടെ ജീവിതം മാറ്റണം. കാരണം എല്ലാ പ്രാർത്ഥനകളും നമ്മൾ മാറ്റണം. ഈ ആവശ്യങ്ങളുടെ പ്രാർത്ഥന പറഞ്ഞു അത് കേട്ട് കർത്താവും അടുത്തതാണ്. ഈ ആവശ്യങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥന. കാരണം ഈശോ സ്വർഗത്തിലേക്ക് പോകാൻ നേരത്ത് ഈശോ, ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കുറെ സ്വർണം അയച്ചു തരാം, കുറെ വീട് ഞാൻ തരാം, അല്ലെങ്കിൽ അത് തരാം ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോയി കഴിയുമ്പോ സഹായകനെ ഞാൻ നിർത്തത്. ഈശോ ആള് പറയാൻ ഈ ഭൂമിയിലേക്ക് തരുന്ന കാര്യം, സ്വർഗത്തിൽ ചെന്നിട്ട് ഈ ഭൂമിയിലേക്ക് പിതാവുമായിട്ട് സംസാരിച്ച പുത്രൻ തന്ന ഏക കാര്യമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ഇത് വചനം പറയുന്ന എന്നാ വെച്ചെങ്കിൽ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശിഷ്യന്മാര് പറയുക, ഈശോയുടെ ശിഷ്യൻ പറയാണ്, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പൊ എന്നെ ശക്തനാക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇതെവിടെ വെച്ചാ പറഞ്ഞേക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനത്തിന്റെ അകത്ത് നമുക്കറിയാം, 2-ാം അധ്യായത്തിൽ പന്തക്കുസ്താ ദിനത്തിൽ
പെന്തക്കോസ്താ ദിനത്തില് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക സെഹിയോൻ മാളിക മുറിയില്. അവർ ഒരുമിച്ച് കൂടി പരിശുദ്ധമ്മ എല്ലാവരും വിളിച്ചു കൂട്ടി അവരെല്ലാവരും ഒരുമിച്ചും ആ മാളിക മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെ ഭയങ്കരമായി ദാഹിച്ച് പരിശുദ്ധാത്മാവേ വരണം. കാരണം അവർക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല, ആവശ്യമില്ലാഞ്ഞിട്ടല്ല. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ആളുകളെല്ലാം തല്ലാനും കൊല്ലാനുമായിട്ടിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈശോ പറഞ്ഞ അവസാനം സ്വർഗ്ഗത്തിലേക്ക് കയറാൻ നേരത്തെ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പോയി കഴിയുമ്പോൾ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരും, സത്യാത്മാവ് എന്നാ പറയുന്നത്. സത്യാത്മാവ് ഈശോ അതിനു മുമ്പ് പറഞ്ഞായിരുന്നു, ഞാനാകുന്ന വഴിയും സത്യവും ജീവനും പറയും. സത്യം യേശു എന്ന് പറഞ്ഞു. യേശു അയക്കുന്ന ആത്മാവോ സത്യമായിട്ടുള്ള ആത്മാവോ സത്യാത്മാവാണ്. ഇത് പാപത്തെ കുറിച്ചും പഠിപ്പിക്കും, നീതിയെ കുറിച്ച് പഠിപ്പിക്കും, ന്യായവിധിയെ കുറിച്ച് ബോധ്യം. അപ്പൊ പാപത്തെ കുറിച്ച് ബോധ്യം തരും. നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിച്ചോളാം. നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം പാപം ഓർത്തെടുക്കാനായിട്ട് ഇഷ്ടമില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവ് വന്നാലോ പാപത്തെ കുറിച്ച് ആദ്യം ഓർമ്മപ്പെടുത്തുക. കാരണം നീ അശുദ്ധനാണെന്നും അശുദ്ധിയാണെന്നും നിനക്കൊരു ബോധ്യം ഉണ്ടാകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യാനുള്ള വഴി ഈ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തരുന്നു. അപ്പൊ ഈ സത്യാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം. സത്യാത്മാവ് വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? നഗരം വിട്ട് പുറത്ത് പോകരുതെന്ന് ഈശോ പറഞ്ഞേക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ പുറത്തേക്ക് പോകാവുള്ളൂ. അല്ലാതെ വചനം പ്രഘോഷിക്കാൻ പോയിട്ട് കാര്യമില്ല. യാന്നസിനെയും യാംബ്രസിനെയും കുറിച്ചൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. വേറെ പല ആളുകളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ആളുകള്, ദൈവം പറഞ്ഞ് അയക്കാതിരുന്നിട്ട് പോലും ദൈവവചനം പ്രഘോഷിക്കാൻ പോയ ആളുകള്, അവരെ പിശാച് മാന്തി കീറി നശിപ്പിച്ചു എന്നാ ബൈബിൾ എഴുതി വെച്ചിരുന്നത്. ഈശോ പറയാതെ പോയ ആളുകളാണ്. ഈശോ പ്രവചിക്കാൻ പറഞ്ഞില്ല, എന്നിട്ട് പ്രവചിക്കാൻ പറയാതിരുന്നിട്ട് പോലും പ്രവചനം നടത്തിയ ആളുകളെ എല്ലാം അത് ദൈവം ശക്തമായിട്ട് ശാസിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ദൈവവചനം പ്രഘോഷിക്കാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ബൈബിൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വല്ല വായി തോന്നുന്നെല്ലാം പറയാം. അങ്ങനെയൊന്നും അല്ല. ദൈവത്തിന്റെ ആത്മാവിൽ പ്രചോദിതമായിട്ട് മാത്രം പറയേണ്ട കാര്യമാണ് ദൈവവചനം. നമുക്ക് പാട്ട് പാടാൻ എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും പാട്ട് പാടാൻ ഇഷ്ടം. എല്ലാവരും പാട്ടുകാരാണോ? എല്ലാവരും പാട്ടുകാരാവുമോ? എല്ലാവർക്കും ഇഷ്ടം എന്താ? പാട്ട് പാടാൻ ഇഷ്ടം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എല്ലാവരും പാട്ട് പാടാൻ ആഗ്രഹിക്കണ്ട. കാരണം പാട്ട് പാടാനായിട്ട് കഴിവുണ്ടോ എന്ന് പാട്ട് പാടുമ്പോ മറ്റുള്ളവരെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരുള്ള നമുക്ക് ദൈവം പാട്ട് പാടാനുള്ള അഭിഷേകം തന്നിട്ടുണ്ട് എന്ന് അതിന്റെ അർത്ഥമുള്ളൂ. അപ്പൊ മറ്റേ ആൾക്ക് ആളെന്ത് ചെയ്യണം? ആളാണ് ഇതല്ല എന്നെ കുറിച്ചുള്ള ദൈവവിളി എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോന്നിരുന്നു. അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ കുറെ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാണെങ്കിലോ ആ ആളെ കുറിച്ചുള്ള ദൈവവിളി എന്താണ്? മധ്യസ്ഥ പ്രാർത്ഥന വരെ ആ വ്യക്തി കൊടുത്തായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥിക്കാനായിട്ട് പറ്റണല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല, ഒന്നും തന്നില്ല എന്ന് തോന്നുന്ന ആള് എന്ത് ചെയ്യണം? ചിലപ്പോ ഒരു പക്ഷേ ശാന്തമായിട്ടിരിക്കുമ്പോൾ ദൈവം ദർശനങ്ങൾ തരുന്ന ആളായിരിക്കും. എല്ലാ കാര്യങ്ങളെയും കൂടി ഒന്നിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളെ ഒരിക്കലും ആ ആൾക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ള, അല്ലെങ്കിൽ ദൈവം വളർത്തുന്ന ആളായിരിക്കും. അതിനെ നമ്മളെ പഠിപ്പിക്കുന്നു. കൊറിന്തോസ് ലേഖനം പറയുന്നത്, എന്റെ സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയദാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം തന്നെ ഒരു അറിവുണ്ടാവണം. ആത്മീയ ദാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിന്റെ ദാനം എന്താണെന്നൊരു അറിവുണ്ടായിരിക്കും. പുസ്തകം തിരുനാൾ എന്നാ 8-ാം തീയതിയാ. അതുകൊണ്ടാ പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രേരിപ്പിക്കുന്നു. വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞുകൂടാകും. ഞാൻ ആദ്യം ഇത് വേണ്ട 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 വേണം. ആത്മാവ് അങ്ങനെയല്ല പറയുന്നത്. പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടി ഒരുങ്ങണം എന്നാണ് കർത്താവിന്റെ ആത്മാവ്. ആദ്യം തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു ദാഹം ഉണ്ടാകും. മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദാഹം തിരിഞ്ഞു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം പറയുന്നത്, അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, ദാഹാർത്തരെ നിങ്ങൾ ജലാശയത്തിലേക്ക് വരുവിൻ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനോട് ഒരു ദാഹം ഉണ്ടാകണം. ഇവിടെ പറയുന്നത്, ദാഹാർത്തരെ നിങ്ങൾ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ.
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നു, അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുന്ന ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിന്റെ 28-ൽ പറയുന്നതിന്റെ പൂർത്തീകരണം ഇവിടെയാ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തില് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ നദി പോലെ ഒഴുകുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിനാത്മാവ് ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ കാര്യങ്ങളാണ് അധരത്തിലൂടെ പുറപ്പെടുള്ളൂ. ഈ വചനം നമ്മളൊന്ന് ഓർത്തു നോക്കാം. വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് അധരത്തിൽ നിന്ന് പുറപ്പെടുള്ളൂ. ഹൃദയത്തിൽ തെറിയും തെറ്റും വിശുദ്ധം മാത്രം ഉള്ളിലുണ്ടെങ്കിൽ അത് മാത്രമേ വായിന്ന് പുറത്തു വരുള്ളൂ. വേറെ ഒരു ആത്മീയതയും പറയില്ല. നമ്മളുടെ എത്ര വചനം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ആലോചിച്ച് നോക്കി, എത്ര വചനം നമ്മൾ പറയാറുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്തതുകൊണ്ട്, വചനം കേൾക്കാത്തതുകൊണ്ടല്ല, ഇഷ്ടംപോലെ ആളുകളുടെ ഇഷ്ടംപോലെ വചനങ്ങൾ നമ്മൾ കേട്ടു. ദൈവം ഇഷ്ടം പോലെ നമ്മുടെ ഉള്ളിൽ, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നാ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്തതുകൊണ്ട്. നമ്മൾ ആദ്യം പാടി തുടങ്ങിയ പാട്ടേതാ? പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ. എന്റെ ശരിക്കും ആത്മാർത്ഥമായിട്ട് ആ പ്രാർത്ഥന ആയപ്പോ അത് പാട്ടാണ്. പാട്ട് പാടുവാണോ ഇത്? അത് പ്രാർത്ഥനയാണോ ചെയ്തത്? എന്താണെന്ന് വെച്ചു നമ്മള് പാടിയില്ലേ? എല്ലാവരും ഇല്ലായിരുന്നോ? എല്ലാവരും ആരാ പാടി തുടങ്ങി? എല്ലാവരും ആയിക്കോട്ടെ. പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ നിന്ന്, അത് പ്രാർത്ഥനയാക്കി മാറ്റാം. ആഗ്രഹത്തിൽ നിന്നാണ് അത് പാടി തുടങ്ങിയായിരുന്നെങ്കിൽ ആ ആദ്യം തുടങ്ങിയ ആളിലേക്ക് പരിശുദ്ധാത്മാവ് വരും. ആ അടുത്ത് നിൽക്കുന്ന ആൾക്കെല്ലാം എന്നെ കരണ്ടടിച്ചാൽ അടുത്ത് നിൽക്കുന്ന ആളെ ഞാൻ നോക്കിയാൽ ആൾക്ക് കരണ്ടടിക്കുന്ന പോലെ ഒരാളില് പരിശുദ്ധാത്മാവ് വന്നാൽ അടുത്ത ആളിലേക്ക് പരിശുദ്ധാത്മാവ് പകരപ്പെടും എന്നുള്ളതാണ്. അതാണ് സിഹിയോൻ മാളിക മുറിയിൽ നടന്നത്. എന്നെ ദൈവം അവിടെ ഇസ്രായേലില് വിശുദ്ധ നാട്ടില് സിഹിയോൻ മാളിക മുറിയിൽ എന്നെയും കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയിട്ട് എന്നോട് അച്ഛനും എന്റെ ഗ്രൂപ്പ് എല്ലാവരും ഇങ്ങനെ കൂടി പറഞ്ഞു, എന്നോട് പറയാണ് പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടാൻ പറയുകയാണ്. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവിനെ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ നിന്ന് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന് വേറൊരു പാട്ട് ആ ഉള്ളിലേക്ക് വന്നു. പരിശുദ്ധാത്മാവെ ശക്തി പകർന്നെന്ന് പറഞ്ഞു. ഞാൻ ഈ പരിശുദ്ധാത്മാവ് എവിടെ ചെന്നാലും പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ ഹൃദയത്തിൽ. നമ്മളിവിടെ ഏതൊക്കെ പാട്ടാ ആദ്യം പാടട്ടെ? ഒന്ന് പരിശുദ്ധാത്മാവ് നീ എഴുന്നള്ളി വരണമേ, രണ്ടാമത് സദാകാലത്തിലെ താരമേ. ഈ രണ്ട് പാട്ടല്ലാതെ മാതാവിന് വേറൊരു പാട്ടില്ലേ? പരിശുദ്ധാത്മാവിന്റെ ഈ പാട്ടല്ലാതെ വേറൊരു പാട്ടില്ലേ? നമ്മൾ ഇതിങ്ങനെ ഒരു 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 ഇതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത നമുക്കില്ല. നമ്മൾ മാറി ചിന്തിക്കാൻ പഠിക്കണം, നമ്മൾ മാറി പ്രാർത്ഥിക്കാൻ പഠിക്കണം, പുതിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മൾ പുതിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കണില്ലേ? ഉണ്ടോ? നമുക്ക് അത് നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റാറുണ്ടോ? ഇല്ല. എന്തോരം പേര് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടെന്നെ. നേരത്തെ പ്രാർത്ഥന കളി നടന്നുകൊണ്ടിരുന്ന ആ ഒരു ഗേറ്റ് തുറന്നുള്ളൂ. സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് തുറന്നപ്പോഴേക്കും ആപ്പാടെ അവിടെ സ്റ്റേജിന്റെ ഉള്ളിൽ 35,000 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ. 35,000 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി. ആ ഗ്രൗണ്ടിന്റെ ഉള്ളിലേക്ക് 3 ലക്ഷത്തിലധികം പേരെ അതിന്റെ അതിലേക്ക് കയറ്റി. 35,000 പേർക്ക് ഇരിക്കാവുന്ന സീറ്റ് അതിലേക്ക് 3 ലക്ഷത്തിലധികം പേരെ അതിന്റെ അത് കയറ്റി. മൊത്തം അവിടെ വന്നാൽ 4 ലക്ഷത്തിലധികം പേര് അവിടെ വന്നായിരുന്നു. ആലോചിക്ക്, ഒരു കളി കാണാൻ വന്നതാണ്. അതിനിടയിൽ അവർ ഗേറ്റ് തുറന്ന് കളി തീർന്ന് അവര് ഉല്ലാസിക്കാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടി, അത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് അവര് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഗവൺമെന്റിനോട് അനുവാദം, പോലീസുകാരോടൊന്നും അനുവാദം ചോദിക്കാതെ അവർ റോഡിൽ കിടന്ന റോഡ് ഷോ ആയിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവർ ഗേറ്റ് തുറന്നു. 2-3 ഗേറ്റുകൾ തുറന്നു. ആ ഗേറ്റ് തുറന്നപ്പോഴേക്കും എല്ലാവരും ഒന്നിച്ചു പോയപ്പോഴേക്കും അതിന്റെ താളുകൾ വീണു. അതിന്റെ മുകളിൽ ചവിട്ടി 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 അങ്ങനെ ഒരുപാട് പേരെ ശ്വാസം മുട്ടി വെച്ചായിരുന്നു. നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റിയോ? നമ്മൾ ടി വി കാണുന്നവരല്ലേ? നമ്മൾ വലിയ അറിയണ്ടോ? നമുക്ക് ആ പാടെ എന്ത് കാണാനുണ്ട്? നമുക്ക് എന്ത് കാണാനാണ് ഇഷ്ടമുള്ളത്? സീരിയൽ അല്ലെങ്കിൽ ചാനലോ? പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. പക്ഷെ സഹജീവികളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അതിന് പ്രാർത്ഥനയാക്കി മാറ്റും. ഇപ്പൊ ഈ കാണുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ പോലും നമ്മൾ കാണുമ്പോൾ അതിന് പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ട് ദൈവം നമ്മളെല്ലാം കാണിച്ചു തരും. അങ്ങൊന്നും യുദ്ധം നടക്കുന്നു. ഇന്നിപ്പോ വേറൊരു സംഭവം കണ്ടേക്കുക. ഒരു സ്വന്തം അപ്പൻ സ്വന്തം മകളെ കല്യാണം കഴിച്ചു. അപ്പം പറയാ എനിക്ക് എന്റെ കൊച്ചിനെ എനിക്കറിയാം. മോള് പറയാ എന്റെ അപ്പനെ എനിക്കറിയാം. നമുക്കിതൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റേണ്ടതാണ്. നമ്മളിതൊന്നും അറിയണ്ടോ?
ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം പറയുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ മാത്രം അറിയുന്ന ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ അത് പ്രാർത്ഥനയായി മാറുന്നില്ല എന്നുള്ളതാണ്.